അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മളുടെ ജൂനിയർ വിഭാഗം കുട്ടികളുടെ ക്വിസ് മത്സരമാണ്. നമ്മൾ മുമ്പേ പ്രിലിമിനറി റൗണ്ട്സ് എല്ലാം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള 4 കുട്ടികളെ നമ്മൾ ഫൈനൽസിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കളയാതെ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുട്ടികളൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഖദീജ അബ്ദുൽ സമദ്, ഐറ ഫാത്തിമ, ഫാത്തിമ നസീം, സുമയ്യ ഷിഹാബ്. ഈ 4 കുട്ടികളാണ് നമ്മൾ ഫൈനലിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഗൈഡ് ലൈൻസ് ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കുട്ടികളോട് ചോദിക്കുന്ന ഓരോരുത്തരോടായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ചോദിക്കുന്നവർ മാത്രം ഉത്തരം പറയുക. ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആളിലേക്ക് നമ്മൾ പാസ് ചെയ്യും. രണ്ടാമത്തത്, ഒരു ചോദ്യത്തിന് 1 മാർക്ക് കിട്ടും. തെറ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാലും മൈനസ് മാർക്കൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാലും 1 മാർക്ക് കിട്ടും, തെറ്റിന് മൈനസ് ഇല്ല. പിന്നെ 30 സെക്കൻഡാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് തരുന്ന സമയം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ പോയിന്റ് കിട്ടും. അതില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ മൊത്തം 16 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒരാൾക്ക് 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. ഇതിൽ ആർക്കെങ്കിലും ഒരേ പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അതില് നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൽ നിന്ന് ആരാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്യും. ഇതിൽ 2 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുക, ഫസ്റ്റിനും സെക്കൻഡിനും. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങാം. റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ആദ്യം ചോദിക്കുക സുമയ്യയോടാണ്, അടുത്തത് ഖദീജ, പിന്നെ ഐറ, പിന്നെ ഫാത്തിമ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, which sahabi was the most prominent narrator of hadith? സുമയ്യ, കിട്ടും. ആലോചിച്ചോക്കെ. തീരാറായി, സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. ഖദീജ, ശരിയാണ്, ശരി ഉത്തരം. മാഷാ അല്ലാഹ്. ഒരു ക്ലാപ്പ് കൊടുക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the Arabic term for the night in which Quran was first revealed? ചോദ്യം മനസ്സിലായോ? ഇല്ല, തന്നെയാണ്. ചോദ്യം മനസ്സിലായല്ലോ? ഖുർആൻ ആദ്യമായി അവതരിച്ച രാത്രിയുടെ പേരെന്താ? ശരി ഉത്തരം. മാഷാ അല്ലാഹ്. 2 പോയിന്റായി സുമയ്യക്ക്, ഖദീജക്ക്. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഐറയോടാണ്. Who was the first person to accept Islam? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ശരി ഉത്തരമാണ്. മാഷാ അല്ലാഹ്. എല്ലാവർക്കും പോയിന്റ്സ് ഒക്കെ ഫുള്ളായിട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. അടുത്ത ചോദ്യം ഫാത്തിമയോടാണ്. Which Khalifa was assassinated while praying in the mosque? പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ട ഖലീഫ ആരാണ്? ഉമർ ഇബ്ൻ അൽ-ഖത്താബ്. ഉമർ ഇബ്ൻ അൽ-ഖത്താബ്. ശരിയാണ്, ശരി ഉത്തരമാണ്. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എല്ലാവരോടും 4 ചോദ്യം ചോദിച്ചു, ഓരോരോ ചോദ്യം ചോദിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്തതിലേക്ക് പോവാം. Which British trading company colonized India? സുമയ്യ, ഏത് ബ്രിട്ടീഷ് കമ്പനിയാണ് ഇന്ത്യ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്? പകുതി സമയം കഴിഞ്ഞു. ടെൻഷൻ ആവണ്ട, പതുക്കെ കൂളായിട്ട് ആലോചിച്ചു. സമയം കഴിഞ്ഞു. ഖദീജ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കറക്റ്റ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അടുത്തത് ഐറയോടാണ് ചോദ്യം. സോറി, അടുത്ത ഖദീജയോടാണ്. Which Indian state has the highest percentage of Muslim population? ജമ്മു ആൻഡ് കാശ്മീർ. കറക്റ്റ്. ഐറയോടാണ് അടുത്ത ചോദ്യം. Which Muslim physician is called the father of surgery? ബാക്കി ആളുകൾ ഹെൽപ്പ് ചെയ്യരുത്. ആലോചിച്ച് നോക്കി. കിട്ടുമോ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അടുത്ത ആൾക്ക് ഫാത്തിമ. അറിയോ? അറിയില്ല. പാസ്. സുമയ്യ,
പാസ്. ഖദീജ. അസ്സഹ്റവി. കറക്റ്റ്. മാഷാ അല്ലാഹ്. ഖദീജ ഇപ്പൊ 5 പോയിന്റ് ആയിട്ടുണ്ട് ഖദീജയ്ക്ക്. അടുത്ത ചോദ്യം ഫാത്തിമയോടാണ്. ഹു വാസ് ദ ഏർലിയസ്റ്റ് സ്കോളർ ഹു കെയിം ടു കേരള ഫോർ പ്രീച്ചിങ് ഇസ്ലാം? കേരളത്തിലേക്ക് ആദ്യകാലത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പണ്ഡിതൻ ആരായിരുന്നു? അറിയോ? ആലോചിച്ചോക്ക്. 10 സെക്കൻഡ് കൂടെ ഉണ്ട്. ആലോചിച്ചോക്ക്. സമയം കഴിഞ്ഞു. അടുത്ത ആൾക്ക് പാസ്സാകും. സുമയ്യക്കറിയാലോ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ കിട്ടുമല്ലോ. അറിയോ? പാസ്. അടുത്ത ആള് ഖദീജ. മാലിക് ബിൻ ദിനാർ. കറക്റ്റ്. ഫുൾ പോയിന്റ് ആണല്ലോ ഖദീജക്ക് എല്ലാത്തിനും. അടുത്ത ചോദ്യം സുമയോടാണ്. ഹു ഓർഗനൈസ്ഡ് ദ ഫസ്റ്റ് നേവൽ ഡിഫൻസ് സിസ്റ്റം ഓഫ് ഇന്ത്യൻ കോസ്റ്റ്? കേട്ടിട്ടില്ലേ? വലിയ നേവൽ കമാൻഡർ. സമയം കഴിയാറായി. ഇല്ല, ആലോചിച്ച് നോക്ക്. കുറച്ചുകൂടെ ഉണ്ട്. സമയം കഴിഞ്ഞു. ഖദീജ. കുഞ്ഞാലി മറക്കർ. ഇത് ശരിക്കും ഒരാളുടെ പേരല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേവൽ കമാൻഡർമാരെ അവരെ കൊടുത്തിരുന്ന സ്ഥാനപ്പേരാണ്. അത് പലരുണ്ടായിരുന്നു. അവരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മറക്കർ. മാഷാ അല്ലാഹ്. ശരി ഉത്തരം. അടുത്ത ചോദ്യം ഖദീജയോടാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അപ്പർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്? രാജ്യസഭ. കറക്റ്റ്. അടുത്ത ചോദ്യം ഐറയോടാണ്. ഹു ലെഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ഡ്യൂറിംഗ് വേൾഡ് വാർ II? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ്. കറക്റ്റ്. മാഷാ അല്ലാഹ്. അടുത്ത ചോദ്യം ഫാത്തിമയോടാണ്. What was the name of the treaty signed between Muslims and the Quraysh? Hudaybiyah. Correct answer. അടുത്തത് സുമയ്യയോടാണ്. What is the book given to the Prophet Dawud alayhi salam? Zabur. Correct. അടുത്തത് ഖദീജയോടാണ്. Name the agricultural transformation that increased food production in India. Green Revolution. Correct. ടൈമറിനൊന്നും ആവശ്യമില്ല, മിക്കവാറും എല്ലാം നേരെ തന്നെ കിട്ടുന്നു. അടുത്തത് ഐറയോടാണ്. Who was the founder of Swadeshabhimani newspaper? ആലോചിച്ചോക്ക്. 30 സെക്കൻഡ് ഉണ്ട്. പേര് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് അറിയാം. ടൈം കഴിയാറാവുന്നുണ്ട്. അറിയില്ല. ഫാത്തിമ അറിയില്ല. പാസ്. സുമയ്യ അറിയില്ല. ഖദീജ. വാക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. കറക്റ്റ്. ഖദീജ തന്നെയാണല്ലോ പോയിന്റ് എല്ലാം വാരിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഫാത്തിമ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രഗിൾ ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്? ജിഹാദ്. കറക്റ്റ്. നമ്മളുടെ 16 ചോദ്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഓരോ കുട്ടിക്കും 4 ചോദ്യം വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതില്
ഒരേ പോയിന്റുകൾ വന്ന് ഫസ്റ്റും സെക്കൻഡും വ്യത്യാസം വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത് ഖദീജക്കാണ്. 9 പോയിന്റ് കിട്ടി. മാഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് 3 പോയിന്റ് ഐറക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഖദീജ ക്വിസിന്റെ ഫൈനൽസിൽ ഫസ്റ്റ് ആയിരിക്കാണ്, ഐറ സെക്കൻഡ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും.